വേദജ്യോതിഷത്തിലെ പലതരം ദോഷങ്ങളിൽ ഏറ്റവും പ്രബലമായ ഒന്നാണ് പിതൃദോഷം. കുടുംബത്തിലെ മുൻ തലമുറകളിൽ നിന്നും പകർന്നു കിട്ടുന്ന പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന ദോഷങ്ങളോ കർമ്മങ്ങളോ കടങ്ങളോ ആണവ. ഒരു കുടുംബത്തിൽ പിതൃദോഷമുണ്ടെങ്കിൽ ആ കുടുംബത്തിലെ അംഗങ്ങൾ നിരന്തരമായി പലതരം വെല്ലുവിളികളിലൂടെയും തടസ്സങ്ങളിലൂടെയും കടന്നുപോകുമെന്നാണ് വിശ്വാസം. ആത്മീയമായ ചിന്തകളുടെയും പിതൃക്കളുടെ മോക്ഷത്തിനും ആത്മശാന്തിക്കുമായി ചില കാര്യങ്ങൾ ചെയ്യേണ്ടതിൻ്റെയും ആവശ്യകതയുമാണ് അത്തരം ലക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നത്. നമ്മുടെ കുടുംബത്തിൽ പിതൃദോഷമുണ്ടോ എന്ന് എങ്ങനെ അറിയാൻ കഴിയും? നിത്യജീവിതത്തിൽ തന്നെ പിതൃദോഷത്തിൻ്റെ പല സൂചനകളും ഉണ്ടാകാറുണ്ട്. അവ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കാം. അടിക്കടി വീട്ടിലെ അംഗങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നത് പിതൃദോഷത്തിൻ്റെ ഒരു പ്രധാന സൂചനയാണ്. തലമുറകളായി കുടുംബത്തിലെ ഒരാൾക്കോ അധികം പേർക്കോ ഗുരുതരമായ രോഗങ്ങൾ വരാം. ചിലപ്പോൾ വൈദ്യശാസ്ത്രത്തിന് പോലും ആ രോഗങ്ങളുടെ കൃത്യമായ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം. ഇതൊക്കെ പിതൃദോഷത്തിൻ്റെ ഒരു സൂചനയാണ്. അതുകൂടാതെ കുടുംബത്തിലെ ചെറുപ്പക്കാർക്ക് അപ്രതീക്ഷിതമായി ആരോഗ്യ പ്രശ്നങ്ങൾ വരികയും ആശുപത്രിവാസം വേണ്ടിവരികയും ഇടയ്ക്കിടയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരികയും ചെയ്യുമ്പോൾ പിതൃദോഷം സംശയിക്കാം. കൂടാതെ പിതൃദോഷത്തിൻ്റെ മറ്റൊരു പ്രധാന സൂചനയാണ് സാമ്പത്തികമായ അസ്ഥിരാവസ്ഥ. കഠിനാധ്വാനം ചെയ്താൽ പോലും ഉചിതമായ പ്രതിഫലം ലഭിക്കാതിരിക്കുക, അകാരണമായി വരുമാനം നിലയ്ക്കുകയോ കുറയുകയോ ചെയ്യുക എന്നിവയും പിതൃദോഷത്തിൻ്റെ സൂചനകളാകാം. തീരാക്കടങ്ങൾ, ഒരിക്കലും ലാഭം ലഭിക്കാത്ത സംരംഭങ്ങൾ, പണം സമ്പാദിക്കാൻ സാധിക്കാത്ത സ്ഥിതി എന്നിവയും പിതൃദോഷത്തിൻ്റെ സൂചനകളാണ്. അതുപോലെ വർഷങ്ങളായി തുടരുന്ന സ്വത്ത് തർക്കം, നിയമപ്രശ്നങ്ങൾ എന്നിവയും ആ കുടുംബത്തിൻ്റെ പിതൃക്കളുടെ അനുഗ്രഹമില്ല എന്നതിൻ്റെ സൂചനകളാണ്. അതുപോലെ കുടുംബാംഗങ്ങൾ പലതരം മാനസിക വൈകാരിക പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നതും മറ്റൊരു പ്രധാന ലക്ഷണമാണ്. അടിക്കടി കുടുംബ ബന്ധങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ, വാക്കേറ്റം, ബന്ധങ്ങളിലെ അകൽച്ച എന്നിവയും പിതൃദോഷത്തിൻ്റെ സൂചനകളാകാം. കുടുംബത്തിൽ ഐക്യമില്ലാത്ത ഒരവസ്ഥയിൽ പിതൃദോഷം സംശയിക്കാവുന്നതാണ്. അതുപോലെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കും ജോലിയിലും കരിയറിലും പലവിധ വെല്ലുവിളികൾ ഉണ്ടാകുന്നതും പിതൃദോഷത്തിൻ്റെ ഒരു സൂചനയാണ്. കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പഠനം പൂർത്തിയാക്കാൻ സാധിക്കാതെ വരിക, ഉദ്യോഗസ്ഥർക്ക് ജോലിയിലും കരിയർ വളർച്ചയിലും തിരിച്ചടികൾ നേരിടേണ്ടി വരിക എന്നിവയും പിതൃദോഷം സംശയിക്കാവുന്ന കാരണങ്ങളാണ്. മറ്റൊന്ന്, വിവാഹം അകാരണമായി വൈകുകയോ നടക്കാതിരിക്കുകയോ ചെയ്യുന്നതും, ഉത്തമ പങ്കാളിയെ ലഭിക്കാതിരിക്കുന്നതും, ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും പിതൃദോഷ സൂചനകളായി കണക്കാക്കപ്പെടുന്നു. അതുകൂടാതെ കുടുംബത്തിൽ അപ്രതീക്ഷിതമായ അത്യാഹിതങ്ങൾ, അപകടങ്ങൾ, ജീവഹാനി എന്നിവയുണ്ടാകുന്നതും പിതൃദോഷം സൂചിപ്പിക്കുന്ന ഘടകങ്ങളാണ്. അതുമാത്രമല്ല, വ്യക്തിപരമായ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നതും, കുടുംബത്തിൽ പലതരം ദൗർഭാഗ്യങ്ങൾ സംഭവിക്കുന്നതും, അദൃശ്യ ശക്തികൾ നിങ്ങളുടെ പുരോഗതിയെയും അഭിവൃദ്ധിയെയും തടയുന്നതും പിതൃദോഷമാകാം. ഈ സൂചനകൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് വേണ്ട പരിഹാരങ്ങൾ ചെയ്താൽ കുടുംബത്തിൽ സമാധാനവും ഐക്യവും ഐശ്വര്യവും ഉണ്ടാവുന്നതാണ്.